ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇപ്പോൾ ഇറാൻ എന്തു ഭാവിച്ചാണെന്ന് ആരും ചോദിച്ചു പോകുന്ന സ്ഥിതിയാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മുജ്തബ ഖമനേയി. ജിഹാദും പ്രതിരോധവും മാത്രമാണ് മുന്നോട്ടുള്ള വഴിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആയുധം താഴ്ത്തിവെക്കാത്ത ഹമാസ് ഭീകരർക്കെതിരെയും മുജ്തബ തുറന്നടിച്ചു. ഇസ്രയേൽ പ്രഖ്യാപിച്ച പല നിലപാടുകളോടും ഇറാൻ തലവൻ തന്റെ നയങ്ങൾ വെളിപ്പെടുത്തി. ഇസ്ലാമിക രാജ്യങ്ങൾ പലതും ജിഹാദിൽ നിന്ന് മോചനത്തിനുള്ള വഴിയിൽ സഞ്ചരിക്കുമ്പോഴാണ് ഖമനേയിയുടെ പുതിയ നിലപാട് പ്രഖ്യാപനം. സാമൂഹിക മാധ്യമമായ എക്സിലൂടെയാണ് മുജ്തബ തുറന്നു പറഞ്ഞത്. ഇന്ന് ലോകരാഷ്ട്രങ്ങൾ ജീവിതങ്ങളെയും തലമുറകളെയും നശിപ്പിക്കുന്ന US ഗവൺമെന്റിന്റെയും ക്രിമിനൽ സയനിസ്റ്റുകളുടെയും സ്വച്ഛാധിപത്യത്തിനും അടിച്ചമർത്തലിലും മടുത്തതിനാൽ ജിഹാദും പ്രതിരോധവും ഒഴികെ മറ്റൊരു വഴിയും മുന്നിലില്ല എന്നായിരുന്നു ഖമനേയിയുടെ വാക്കുകൾ. ലോകത്തിലെ സ്വതന്ത്ര രാഷ്ട്രങ്ങൾക്ക് ആഗോള അഹങ്കാരത്തിന്റെയും അതിന്റെ പ്രതിനിധികളുടെയും അടിച്ചമർത്തലിൽ നിന്നും സ്വേച്ഛാധിപത്യത്തിൽ നിന്നും മോചനം നേടാനുള്ള അന്വേഷണത്തിൽ ഹിസ്ബുള്ളിയുടെ നിലനിൽക്കുന്ന പ്രചാരണം പ്രചോദനാത്മകമായ ഒരു സന്ദേശമായി മാറുന്നുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഹിസ്ബുള്ളിയുടെ കമാൻഡർമാരെയും പോരാളികളെയും അവരുടെ സഹിഷ്ണുതയെയും മുജ്തബ പ്രശംസിച്ചു. ഇസ്ലാമിക തത്വങ്ങൾ അന്തരിച്ച മുൻ നേതാവ് ആയത്തുള്ള അലി ഖമനേയിക്കൊപ്പം ഇമാം ഖമനേയിയുടെ പാരമ്പര്യം എന്നിവയിൽ വേരൂന്നിയ അവരുടെ പ്രതിബദ്ധതയെ അദ്ദേഹം വിശേഷിപ്പിച്ചു. US ഇറാൻ കരാറിൽ ലെബനനിലെ ഇസ്രായേലി ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നത് ഉൾപ്പെടുത്തണം. ഹിസ്ബുള്ളിയുടെയും ലെബനന്റെയും പ്രാദേശിക സമഗ്രതയുടെയും സംരക്ഷണം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഒരു തന്ത്രപരമായ ഉത്തരവാദിത്തമായി കണക്കാക്കുന്നുവെന്നും മുജ്തബ പറഞ്ഞു. അമേരിക്ക ഉൾപ്പെടുന്ന അടിച്ചേൽപ്പിച്ച യുദ്ധം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത് അവസാനിപ്പിക്കുന്നതിനുള്ള ഏതൊരു കരാറിലും ലെബനനെതിരായ ഇസ്രയേലി സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതും ഉൾപ്പെടുത്തണമെന്ന് മുജ്തബ കൂട്ടിച്ചേർത്തു. കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാവ് സയ്യിദ് ഹസൻ നസ്രല്ലയ്ക്കും സംഘത്തിലെ മറ്റു കമാൻഡർമാർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തെക്കൻ ലെബനനിലെ ജനങ്ങളുടെ സഹിഷ്ണുതയ്ക്കും പിന്തുണയ്ക്കും ഇറാനിയൻ നേതാവ് പ്രശംസിച്ചു. പോരാളികൾ ഹിസ്ബുള്ളയെ ഒരു മരം എന്നതിൽ നിന്ന് ശക്തമായ വൃക്ഷമാക്കി മാറ്റിയെന്നും അവരുടെ ശ്രമങ്ങൾ ലോകമെമ്പാടും ലെബനന് ബഹുമാനവും അന്തസ്സും കൊണ്ടുവന്നിട്ടുണ്ടെന്നും മുജ്തബ വ്യക്തമാക്കി. ഇത് സമാധാനാന്തരീക്ഷം എത്രത്തോളം കലുഷിതമാക്കുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് പുതിയ നീക്കത്തിനൊരുങ്ങുന്നുവെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഹോർമൂസിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് പുതിയ ഘട്ടം കൊണ്ടുവരുമെന്നാണ് മുജ്തബ ഖമനേയി വ്യക്തമാക്കിയത്. ഹോർമൂസിന്റെ നടത്തിപ്പ് കൂടുതൽ ഘടനാപരവും കൂടുതൽ നിയന്ത്രണാത്മകവുമാക്കുമെന്നാണ് സൂചന. നിലവിൽ ഹോർമൂസിൽ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും ഓരോ തുള്ളി ചോരയ്ക്കും പകരം ചോദിക്കുമെന്നും മുജ്തബ വ്യക്തമാക്കി. ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ ചെറുത്തുനിൽപ്പിന് അർഹതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുദ്ധത്തിൽ ഇറാനായിരിക്കും വിജയമെന്നും മുജ്തബ പറഞ്ഞു. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിക്കും മരണം വരിച്ച മറ്റുള്ളവർക്കും വേണ്ടി പ്രതികാരം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത നടപടിയിലേക്ക് കടക്കുന്നതിന് മുൻപ് തങ്ങളോട് അടുത്തു നിൽക്കുന്ന രാജ്യങ്ങളുടെ പ്രതികരണവും നിരീക്ഷിക്കുമെന്ന് മുജ്തബ വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ കപ്പലുകൾക്ക് ഇറാൻ കടുത്ത നിബന്ധനകൾ ഏർപ്പെടുത്തിയിരുന്നു. വെടിനിർത്തൽ കരാർ പ്രകാരം കടലിടുക്ക് കടക്കുന്ന കപ്പലുകളുടെ എണ്ണം ഇറാൻ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഒരു ദിവസം പരമാവധി 15 കപ്പലുകൾ മാത്രമാണ് ഹോർമൂസ് വഴി കടത്തിവിടുന്നത്. ഇങ്ങനെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് ഇറാൻ കർശന മേൽനോട്ടം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തലിനിടയിലും ഇറാനെതിരെ വീണ്ടും ഭീഷണിയുയർത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. യഥാർത്ഥ കരാറിൽ ഏർപ്പെടുന്നതുവരെ ഇറാനെ ലക്ഷ്യം വെച്ച് US സൈനിക സംവിധാനങ്ങൾ സംഘർഷ മേഖലയിൽ തുടരുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും സൈനികരും ഉൾപ്പെടെ എല്ലാം അവിടെ തന്നെ ഉണ്ടാകും. മാത്രമല്ല ഹോർമൂസ് കടലിടുക്ക് വ്യാപാരത്തിനായി തുറന്നു നൽകുന്നതും ആണവ നിർവ്യാപനവും ട്രംപ് ഒരിക്കൽ കൂടി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇവയിൽ ഏതെങ്കിലും ലംഘിച്ചാൽ കനത്ത തിരിച്ചടിയുണ്ടാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.